ആന കേറാമല, ആട് കേറാമല, 1000 കാന്താരി പൂത്തിറങ്ങി. ആന കേറാമല, ആടു കേറാമല, 1000 കാന്താരി പൂത്തിറങ്ങി. ഉത്തരം എന്താണ്? ഇപ്പൊ പറയണം എല്ലാവരും, എന്നെ കേൾക്കുന്ന എല്ലാവരും ഇപ്പൊ ഉത്തരം പറഞ്ഞോളൂ. ഇതൊരു പരീക്ഷാ ചോദ്യമായിരുന്നു. കഴിഞ്ഞ ഓണപരീക്ഷയിൽ മലയാളം ഫസ്റ്റിന്റെ കേരള പാഠാവലിയുടെ ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരവുമായിട്ടാണ് ടീച്ചർ വന്നിരുന്നത്. എന്തുകൊണ്ടാണ് ഇത് തന്നെ ഞാൻ സെലക്ട് ചെയ്യാൻ കാരണം എന്നറിയോ? കഴിഞ്ഞ മാരത്തോണിൽ ഞാൻ ഇതേ ചോദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം എല്ലാ മക്കളും വളരെ സന്തോഷമായിട്ട് എൻ്റെ അടുത്ത് കമന്റ് ബോക്സിലും അതുപോലെ ഇൻസ്റ്റഗ്രാമിലും ഒക്കെ മെസ്സേജ് അയച്ചിട്ട് എന്നോട് പറഞ്ഞു, ടീച്ചറെ അത് തന്നെയായിരുന്നു വന്നത് എന്ന്. ഞാൻ ഒരുപാട് കടങ്കഥകൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഇതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വന്നപ്പോൾ നമുക്ക് വലിയ സന്തോഷമായി, മക്കൾക്കെല്ലാം എഴുതാൻ പറ്റി. അപ്പൊ അന്ന് ഇതിന്റെ ഉത്തരം എന്താണ് കൃത്യമായിട്ട് നമുക്കൊന്ന് അറിഞ്ഞാലോ? അതിനു മുൻപായിട്ട് നമ്മുടെ ചാനൽ ക്ലാസ് 5ന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. മോശമല്ലേ? ഇനിയുള്ള എക്സാമിന്റെ ടൈമിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ കിട്ടാനുള്ളതാണ്. അതുപോലെ ലൈക്ക് ചെയ്യുക. അത് ടീച്ചറിന്റെ ക്ലാസ് കഴിഞ്ഞിട്ട് ചെയ്താലും മതി ലൈക്ക് ചെയ്യുന്ന പരിപാടി. നിങ്ങൾ ഓൾറെഡി കമന്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ചോദ്യം ഞാൻ പറഞ്ഞു, ആന കേറാമല, ആടു കേറാമലയാണേ. ആടു കേറാമല, ആന കേറാമല, ആടു കേറാമല, മേലാടു കേറാമല, 1000 കാന്താരി പൂത്തിറങ്ങി. 1000 കാന്താരി പൂത്തിറങ്ങി. ഉത്തരം എന്തായിരുന്നു? യെസ്, ഇതായിരുന്നു ഉത്തരം. എന്ത്? ആകാശത്തിലെ നക്ഷത്രങ്ങൾ അല്ലേ? ആന കേറാത്തൊരു മലയില്, ആടു കേറാത്തൊരു മലയില് 1000 കാന്താരികൾ ഇങ്ങനെ പൂത്തിറങ്ങി എന്ന് പറയുന്നത് ആകാശത്തിലെ നക്ഷത്രങ്ങളെ കുറിച്ചായിരുന്നു. ഏത് പാഠത്തിലാണ് നമ്മൾ ഇത് പഠിക്കുന്നത്? ഇതെന്താണ്? ഇതൊരു കടങ്കഥയാണ്. കടങ്കഥ എന്ന് പറയുന്ന ഒരു പാഠഭാഗം നമ്മൾ പഠിക്കുന്നില്ലേ? യെസ്, ആ പാഠഭാഗത്താണ് നമുക്കിത് പഠിക്കാനുള്ളത്. അത് എഴുതിയിരിക്കുന്നത് ഡോക്ടർ കെ ശ്രീകുമാറാണ്. നമുക്ക് വേണ്ടിയിട്ട് കടങ്കഥ എങ്ങനെയൊക്കെ ഉണ്ടാവുന്നു എന്നൊക്കെ പറഞ്ഞു തരുന്ന മനോഹരമായ ഒരു ലേഖനം ഡോക്ടർ കെ ശ്രീകുമാർ സാറ് എഴുതി തന്നിട്ടുണ്ട്. അതിലാണ് നമ്മൾ അത് പഠിക്കുന്നത്. ഇനി ഇതിന്റെ ഉത്തരം നോക്കാം. എന്തായിരുന്നു ചോദ്യം എന്ന് പറഞ്ഞാല് കടങ്കഥ വ്യാഖ്യാനിക്കാനായിരുന്നു. എന്തായിരുന്നു? കടങ്കഥ വ്യാഖ്യാനിക്കാം. ഇതിന്റെ ചോദ്യത്തിന്റെ ഉത്തരം, എന്തുകൊണ്ടാണ് നമ്മുടെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ വന്നത്? ആന കേറാമല, ആടു കേറാമല, 1000 കാന്താരി പൂത്തിറങ്ങി. ഉത്തരം ഇതാണ്. എന്താണ് ഉത്തരം? ആകാശം ഒരു വലിയ മല പോലെയും അല്ലേ, അതിലെ നക്ഷത്രങ്ങൾ ചെറിയ കാന്താരി മുളകുകൾ പോലെയും തോന്നുന്നു. രാത്രിയിൽ ആകാശത്ത് ആയിരക്കണക്കിന് നക്ഷത്രങ്ങൾ ഇങ്ങനെ ചിതറി കിടക്കുന്നതായിട്ട് കാണാം. അതുകൊണ്ടാണ് ആന കേറാമല, ആടു കേറാമല, 1000 കാന്താരി പൂത്തിറങ്ങി എന്ന കടങ്കഥയുടെ ഉത്തരം ആകാശത്തിലെ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. ഇത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന മാർക്ക് എ ഗ്രേഡാണ്. എ ഗ്രേഡാണ്. ഇതുപോലെ മറ്റ് കടങ്കഥകളുടെ ഉത്തരവും എന്താണ് കാരണം എന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റില്ലേ? ഞാൻ നിങ്ങൾക്കൊരു കടങ്കഥ പറഞ്ഞുതരാം. വാർത്തകൾ പറയും ചങ്ങാതി, പാട്ടുകൾ പാടും ചങ്ങാതി, നാട്ടുകാരെ വീട്ടിൽ കാട്ടും, വീട്ടിലിരിക്കും ചങ്ങാതി. ഉത്തരം അറിയാമോ നിങ്ങൾക്ക്? അറിയാമോ ഉത്തരം? മക്കളെ, ഇതാണ് ഇതിന്റെ ഉത്തരം. ടെലിവിഷൻ. എന്താണ്? TV എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ടെലിവിഷൻ ആണ്, TV ആണ്. TV എന്ന് എഴുതിയാലും കറക്റ്റ് ആണ്. എന്തുകൊണ്ടാണ് ടെലിവിഷൻ എന്ന് ഇതിന്റെ ഉത്തരം വന്നത് എന്നാണ്. എന്തിനായാലും നമുക്കത് മിനി മാരത്തോൺ, മെഗാ മാരത്തോണിലൂടെ ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ എൻ്റെ മക്കളെല്ലാവരും ലൈവിൽ വരിക, മറന്നു പോകരുത്. കൃത്യമായിട്ട് നമ്മൾ ലൈവിൻ്റെ ടൈമൊക്കെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ടാണ് വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം എന്ന് പറയുന്നത്. ഫ്രീ ആണ്. ക്ലാസ് 5 എന്ന് കാണുന്നില്ലേ? അതിൻ്റെ നേരെ ഫോർ ഫ്രീ നോട്ട്സ് എന്നും പറഞ്ഞിട്ടൊരു ലിങ്കൊക്കെ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. സോ എൻ്റെ മക്കൾ എല്ലാവരും ലൈവിൽ വരണം. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ടീച്ചർ ഡിസ്കസ് ചെയ്യുന്നത്. സോ ശ്രുതി ടീച്ചർ വീണ്ടും വരാം. ഒരിക്കൽ കൂടി വാച്ചിൻ്റെയും ബാഗിൻ്റെയും കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പരീക്ഷ നമുക്ക് കൂളായിട്ട് എഴുതാം. ബൈ.